ആ പങ്കം വയലിൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ ഇത്തിരി വണ്ടി കഴിവേ. അപ്പൊ അവർക്ക് 200 രൂപ വേണം. ഈ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞാൽ അവർ ചോദിക്കും 50 രൂപ കൊടുക്കാൻ പറയും. കമ്മീഷൻ ഫാമിലി ആയി. ഇത് എന്നെ പറഞ്ഞാൽ മതിയല്ല. ആ പൂന്തുറയ്ക്ക് വണ്ടി കൊടുത്ത് വിട്ടേണ്. അപ്പൊ ഏതാ കാട്ടിൽ കൂടെ പോയി കുറെ ചെളിയും കയറ്റിക്കൊണ്ട് വന്നേക്കും. മണ്ണടിക്കാൻ പോലെ പോയോ? എനിക്കിത് കിട്ടണം. ഇത് കർമ്മയാണ്, കർമ്മ. നന്ദപടി പണ്ടൊരു ബോൾട്ട് എടുത്ത് തരാൻ പറഞ്ഞപ്പോ 20 രൂപ തരുമെന്ന് ചോദിച്ചോണ്ടാണ്. എന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ ടോപ്പ് കൊള്ളാപ്പച്ചി. നല്ല നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടല്ലേ. നിന്റെ മുഖത്തിന് തെളിച്ചല്ലോ. നല്ല കളറ് കൊള്ളാം. പക്ഷെ ഒരു കാര്യം പറയണം. എന്തോന്നു? അപ്പച്ചിക്കൊന്നും തോന്നല്ലേ, ഇത് അപ്പച്ചിക്ക് അങ്ങോട്ട് തീരാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കണ്ണാടി കണ്ടല്ലോ, എനിക്ക് നല്ല ചേരുന്നുണ്ടല്ലോ. പിന്നെ അയ്യോ, നമ്മളങ്ങനെ നോക്കുമ്പോ പല ഡ്രസ്സും നമുക്ക് ചേരുന്നതായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ലോ നാട്ടുകാരെ നോക്കുമ്പോ. അയ്യോ, എന്തൊരു വൃത്തിയായിട്ടാ മനസ്സടിപ്പെങ്കിൽ നിനക്ക്. അയ്യോ, ഞാൻ ഉള്ളത് അങ്ങനെ മുഖത്ത് നോക്കി പറയാം, അത്രേ ഉള്ളൂ. പിന്നെ അത്രയ്ക്ക് അങ്ങ് ചേരാതെ ഇരിക്കാൻ എന്തുവാണ് എനിക്ക് കുഴപ്പം? അപ്പച്ചി ഇതിങ്ങനെ ഈ ഇത്രയും പ്രായമുള്ളവർക്കൊന്നും ഇടാൻ പറ്റിയ ഡ്രസ്സല്ല, ഇത് കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ്. ഇത്രയും പ്രായമുള്ളവർക്കാ? എടി ബന്ധം വെച്ച് നീ എന്നെ അപ്പച്ചിന്ന് വിളിക്കുന്നേ ഉള്ളൂ. ശരിക്കും എന്റെ ചേച്ചി അവളെ പ്രായമുള്ളൂ എനിക്ക്. കേട്ടോണ്ടൊക്കെയുള്ളതാണ് എനിക്കില്ല. ഇതിപ്പോ എന്തായാലും നീ പറയാൻ, നീ ഇട്ടാ ഭയങ്കര കിടിലായിരിക്കും അല്ലേ? അറിയാപ്പോ എന്താണ് ആവോ നിനക്ക് ഈ ഡ്രസ് അത്രയ്ക്ക് അങ്ങോട്ട് ചേരുന്നു നിനക്ക് തോന്നാൻ കാരണം? എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടല്ലോ. ആണോ? എവിടെ? ഏത് ഭാഗത്ത്? ഇവിടെ. ശരി, ഇതാര് പറഞ്ഞു നീ ഭയങ്കര ക്യൂട്ടാണ്? ഞാൻ ക്യൂട്ടാണെന്ന് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ കാണാൻ മഞ്ജു വാര്യർ പോലെയാണെന്ന് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. മഞ്ജു വാര്യറാ? പിന്നെ കേക്കണ്ട, വല്ല കേസ് കൊടുക്കും അവമാനിച്ചെന്ന് പറഞ്ഞു. ഓ, ആരാ പറഞ്ഞു അതിന്റെ അടുത്ത് മഞ്ജു വാര്യർ പോലെ ഇരിക്കുന്നെന്ന്? അതെന്റെ ഒരു ഫ്രണ്ട് കണ്ണാപ്പി. കണ്ണാപ്പിയാ? ആര്? എന്റെ ഫ്രണ്ട് സ്കൂളിൽ ചേച്ചിയുടെ ലൈൻ ആയിരിക്കും സത്യം പറയും. ആര് കണ്ണാപ്പി? എന്റെ ഫ്രണ്ട്. എന്റെ ദൈവമേ, അപ്പച്ചി എന്തു അപ്പച്ചി ഈ കുരിപ്പിത് അവിടെ അറിയാം കണ്ണാപ്പിയെ? നീ നോക്ക്, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ഇവളെന്താ പറഞ്ഞറിയോ? എനിക്ക് ഭയങ്കര പ്രായം ഉള്ളതുകൊണ്ട് എനിക്കിത് ചേർന്നില്ല, അവൾ ഇട്ടാലേ ഭയങ്കര ക്യൂട്ടായിട്ട്. ചേച്ചി ഇട്ടപ്പോ പ്രായം കുറഞ്ഞ പോലെ ഉണ്ട്. കേട്ടാ അതെങ്ങനെ കണ്ണും കണ്ടൂടെ ചെവിയും കേൾക്കൂല. ഇവളിടാണോ ഞാൻ ഇടാണോ മങ്ങി? നീ ഇപ്പൊ പറ. ചേച്ചി ഇടണം. ഇവന് ബോധമില്ല, അതുകൊണ്ട്. നീ നല്ല സുന്ദരനായിട്ടാണ്. നീ അമ്പലത്തിൽ വല്ലതും പോയാ? കല്യാണമൊന്നുമില്ല. കല്യാണം ആവുമ്പോ ഞാൻ പറയാം. കല്യാണം ആവുമ്പോ നീ പറയോടാ കുട്ടാ? എപ്പോഴായിരിക്കും നീ കല്യാണം കഴിക്കുന്നത്? ഞാനാണെങ്കിൽ വീടൊക്കെ വെച്ച് സെറ്റ് ആയിട്ടായിരിക്കും എന്റെ കല്യാണം. കേട്ടല്ലേ, കൊച്ചു പയ്യന്മാർ ആ ഒരു പ്ലാനിങ് ആവും ഒട്ടേന്ന് വരുന്നില്ല. അപ്പോഴേ വീടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട്. എത്ര നിലയുള്ള വീട് വെക്കണം നിനക്ക്? എത്ര നിലയുള്ള വെക്കണം? എത്ര നില വേണോ വെക്കും. കൊറേ വെക്കും. ശരി, നിന്നെ ഇപ്പൊ കെട്ടിക്കാടാ. നിന്നെ ഇപ്പൊ കെട്ടണ്ട, ഞാൻ പിന്നെ കെട്ടിക്കോളാം. പിന്നെ കെട്ടിക്കോളാം. ഇപ്പൊ വേണ്ടെന്ന്. പിന്നെ എന്താണത്? മുട്ടായൊക്കെ എന്താ അല്ല, അത് പിന്നെ ചോക്ലേറ്റ് അല്ലേ? എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയപ്പോ നിനക്ക് ഇവര് കാശ് തിരിച്ച് ഇല്ലാത്തോണ്ട് കിട്ടിയതാ? പിന്നെ എന്താടാ ഇത്? ചോക്ലേറ്റ് വാക്കണേ കയ്യിൽ നിന്ന് തൊട്ടിറക്കണം. പിശുക്കലല്ലേ? അതാണ് ഗിഫ്റ്റ് ഒക്കെ തരേണ്ടേ? നിങ്ങളല്ലേ എനിക്ക് ചോക്ലേറ്റും ഗിഫ്റ്റ് ഒക്കെ തരേണ്ട? ഈ മുട്ടായിക്ക് നിനക്ക് ഞങ്ങൾ ചോക്ലേറ്റും ഗിഫ്റ്റും തരണം. അവിടെ പോടാ അങ്ങോട്ട്. പിന്നെ ഞാൻ താഴെ പോയിട്ടെ റാമേന്റെ മാമനൊക്കെ ഈ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം. നിന്നെ പോലത്തെ അതേ ചളിച്ച അഭിപ്രായം പറയണമെന്ന് എനിക്കറിയാം. എനിക്കും കേൾക്കണം അഭിപ്രായം. നീ എന്താ കേൾക്കണം? ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ട്. അവരെങ്ങാനും മോശം പറയാണ് ഈ ഡ്രസ് എനിക്ക് തന്നേക്കണേ. പിന്നെ ഇത് ഞാൻ ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താലും ഞാൻ നിനക്ക് വരില്ല. ദുഷ്ടേ, അച്ഛന്റെ അതേ സ്വഭാവം ഇച്ചിത്തനം ആയിരിക്കും. നീ ഇവിടെ നില്ല മാറണം. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എല്ലാരും കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നതാ. അതൊക്കെ പോട്ടെ, എന്നാലും വിഷെങ്കിലും ചെയ്തുകൂടെയിരുന്ന. പിന്നെ എവര് മറന്നാലും എന്റെ ആശ മറക്കൂല. എന്റെ ആശാന്റെ അടുത്ത് ഞാൻ പോയിട്ട് വരാം.
അയ്യോ ഇതെന്തൊരു അടി അടിക്കണത്? വണ്ടി എന്റെ ഭർത്താവിനകത്താ വണ്ടി ഇത്തിരി പോലെ കഴിയത് വണ്ടി പിഴിഞ്ഞു വിടാനാണ് വിത്തത്. എന്തരത്? വേറെ ഓരോടെ കിട്ടിയില്ല. വണ്ടി ഇവിടുത്തെ തുണി ഞാൻ എടുത്ത് തിരിച്ചു കൊണ്ടത് ഇട്ടത് ഇങ്ങനെ സ്പ്രേ നീ ചെയ്യണ്ട. നീ ചെയ്യ മതി. എന്തിനു മതി? ഇവിടുത്തെ ഭാഗത്ത് പോലെ അടിച്ചാ മതി. നീ ചുമ്മാ അടിച്ച് തീറ്റകളല്ലേ? തീർത്തളയല്ലെന്നാ? അപ്പൊ വേറെ വാങ്ങിക്കണം തീർത്താ? വേറെ നീ ചക്കര കൊണ്ടുവന്നിരിക്കണം. നീ ചെയ്യണ്ട പോ. ഇപ്പൊ മനസ്സിലായി. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ഈ വർഷം ഞാൻ കയറാത്തത്. അയ്യേതാ കയ്യിൽ എത്ര അടിച്ചു വെച്ചേക്കുന്നത്? എവിടെയെല്ലാം അടിച്ച് കയറ്റിട്ട് എന്റെ കയ്യിലായില്ലല്ലോ. യഥാർത്ഥ പണിക്കാരെ പണിയുമ്പോൾ കയ്യിലാവില്ല അത്. അല്ലേ ഇതെന്തൊരു സെറ്റപ്പ്? കൊള്ളാവോ? നീ നല്ല സിനിമ നടിയെ പോലെ ഇരിക്കുന്നു. വെരി നൈസ്. കളിയാക്കിയാണ് സത്യമായിട്ട് പറയാം. കളിയാക്കിയല്ല, സത്യമായിട്ട് പറഞ്ഞു. ഇവളുടെ ആ ഒരു ഇത് കണ്ട ഇവളിപ്പോ വിചാരിച്ചു നിങ്ങളിപ്പോ കൊള്ളൂലെന്ന്. സൺഗ്ലാസും ഒരു ഷൂ കൊണ്ടുള്ളത് കൊള്ളാല്ലേ? മനാമെ പോലെ ഇരിക്കുന്നു. ആരെ പോലെ? മനാമെ പോലെ ഇരിക്കുന്നു. കണ്ട ഉണ്ണിയപ്പോര് മാത്രമേ ഈ വീട്ടിൽ വിവരമുള്ളൂ. ദൊറാത്തി മതമേ പോലെ എന്തിനു കുഴപ്പം? കൊള്ളൂലോ. അതെന്നാ ആര് പറഞ്ഞ കൊള്ളൂല? ഞാൻ പറഞ്ഞ എന്റെ മോളാണ്. ആടി പൊളിയായിട്ട് ഡ്രസ് ചെയ്തിരിക്കണ ഇവിടെ അവക്ക് അസൂയടി, അവക്ക് അസൂയ. അതാണ് மாமா நீங்கள் என் கூட இருக்கும் வரை என்ன கோடையடிக்க ஒருத்தன் பிறக்கவில்லை மாமா. ഇതാണ് ചിന്നുബലി. ചിന്നുബലി നോക്ക്. ആശാനെ ചേട്ടാ അവനെ സൂക്ഷിച്ചു നോക്ക്. അവളെ എന്തിനാ നിനക്ക് എന്നാലും വൃത്തിയൊക്കെ വ്യക്തമൊക്കെ വേണ്ടിയിരിക്കണേ? കണ്ണന കുറിയൊക്കെ ഇട്ടേ. സൂപ്പർ ആയിട്ട് വന്നൊക്കെയാണ്. അമ്മ അവനെ ഉടുപ്പ് വാങ്ങിച്ചൊക്കെ അവന്റെ അമ്മ ഉണ്ട്, എനിക്കും ഉണ്ട്. ഒരച്ഛൻ 10 വയസ്സ് വരെ കർച്ചീഫ് വാങ്ങിച്ചിട്ട് വർഷങ്ങളായി. നോക്ക് പോലെ ഈ വയസ്സായ കാലത്ത് നിനക്ക് ഞാൻ ഉടുപ്പും മാറ്റുകൊണ്ട് നടക്കണേ. നീയാണ് എനിക്ക് വാങ്ങിച്ചേരാനുള്ളത്. എത്ര വിവരമുണ്ട് ഇനി. ഞാൻ അവനെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാം വയസ്സായ കാലത്ത്. ഒരു തന്ത ഉടുപ്പ് മോൻ ഉടുപ്പ് വാങ്ങിക്കണ വിവരമില്ലാത്തോണ്ട് സ്റ്റേറ്റ്മെന്റ് ഡയലോഗ് അടിച്ചു വിട്. വാഴ വാഴ അത് തന്നെ ഇവന് ഒരു വാഴ എന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മായിച്ചനുണ്ട്. കൊള്ളാമോ? മാമന്റെ സൈഡേ ഞാൻ നിക്കോളൂ ഈ വീട്ടില് കേട്ടോ. അതേതാണ് ആ സൈഡ്? ഈ സൈഡ് ഇടത്തെ സൈഡ് അല്ല വലത്തെ സൈഡ്. നിനക്കെന്തേ ടീഷർട്ട് കൊണ്ട് ഊരിട അച്ഛാ കൊണ്ട്. ടീഷർട്ട് എന്റെ ടീഷർട്ട് കൊണ്ട് ഊരിട് നാളെ ഇല്ലാതെ. നിന്റെ ഭാര്യ നിന്റെ എന്താ ചൊറിയല്ലേ? ഞാൻ ചൊറിയല്ലേ? ഇവള് മറ്റേ ശൃംഗാരി. ഇവര് രണ്ടുപേരും കൂടെ ബോൾത്തി സിന്ദഗി. അതൊക്കെ അവിടെ പോട്ടെ. ഞാൻ പോണം, നടത്തരുത്. ഞാൻ പോണം. അയ്യേ പിന്നെ പോണം. ചുമ്മാ ഇരിക്കുവാ എന്റെ പൊന്നെ പോവാന്നാ. അത് കഷ്ടം തന്നെ കേട്ടോ. അത് അങ്കിളിന് നന്നായിട്ട് നീ ഇങ്ങനെ തമ്മിലടുപ്പിച്ച് പൊഴുത്ത് പൊഴുത്ത് ഇങ്ങനെ ഇരിക്കാൻ തമ്മിലടുപ്പിച്ച് ഞാൻ മാമന് വരുമ്പോൾ ഞങ്ങൾ കൂട്ടും, നിങ്ങൾ മാമന് വരുമ്പോൾ ശരി ഞാൻ എന്റെ മോളാക്കാ പറഞ്ഞു കൂടെ മാമ. അവള് കൃത്രിമം ഉണ്ടാക്കാനേ സപ്പോർട്ട് ചെയ്യാനുള്ള വേവ്. ആശാനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഞാൻ മറന്നുപോയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. നീ പറഞ്ഞതല്ലായി. ഇന്ന് അവന്റെ വണ്ടി നന്നായി കൊടുക്കുന്നു പറഞ്ഞതല്ലേ. ഞാൻ അക്കാര്യം മറന്നിരിക്കേ. ആശാനെ അത് മാത്രല്ല. യാത് മാത്രല്ല അല്ല ഇന്ന് മറ്റേന്തര് അല്ല ഇന്ന് ഹാപ്പി കപ്പിക്കാരൊക്കെ ഞാൻ കപ്പിക്കാർ എനിക്കറിയാം. കപ്പിക്കാരല്ലേ മാറ്റോണ്ട് വരാം. അല്ല പിന്നെ മാറ്റോണ്ട് വരാറാ. അപ്പൊ ആശാനും എന്റെ ബർത്ത്ഡേന്റെ കാര്യം മറന്നു. ഇനിയിപ്പൊ തിരക്കായത് കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പൊ എന്റെ അടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടായിരിക്കോ? എന്താ ഇവിടെ എങ്ങനെ ഇരിക്കണേ? വെറുതെ. വെറുതെയാ? വെറുതെ ഒന്നുമില്ല, മൊത്തത്തിൽ ഒരു മ്ലാനത ഉണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല ചേച്ചി.
എടാ പറയടാ. ശരിക്കൊന്നുമില്ല. എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ നിന്റെ 100 കൂട്ടം തർക്കുത്തരം വരേണ്ട സമയം കഴിയും. കാര്യം പറ. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വിഷമാവൂലേ ചേച്ചി? സാഹിത്യമാണല്ലോ രാവിലെ തന്നെ. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണേ? ചേച്ചി ഞാൻ പഠിച്ചില്ല ചേച്ചി, പറയേണ്ട സാഹചര്യം വരുമ്പോ ഞാൻ പറഞ്ഞു പോകുന്നതാ. മക്കളെ ശങ്കര, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഈ സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട ഒന്നാണ്. ഒരുപാട് സ്നേഹിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ ആളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. അറിയോ ചേച്ചി? ഞാൻ ഒന്ന് വിഷമം പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലാവാത്ത രീതിയിൽ എന്താ ചേച്ചി പറയണ? എടാ, നിനക്ക് ഇതൊന്നും മനസ്സിലാവാനുള്ള പ്രായമായില്ല. ഇതൊക്കെ വലിയ വലിയ പോയിന്റ്സ് ആണ്. മനസ്സിലായോ? ഞാൻ എത്ര വലുതാകുമ്പോ മനസ്സിലാവും? നീ എന്റെ എത്ര വലുതാകുമ്പോ നിനക്ക് മനസ്സിലാവും. ചേച്ചി ഞാൻ ഒരു സീക്രറ്റ് പറയട്ടെ. എന്ത് സീക്രട്ട്? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ ശങ്കര. താങ്ക് യു ചേച്ചി. ഷെടാ, എന്നിട്ട് ചെലവൊന്നും ഇല്ലയോ? ഇവിടെ ആരാന്ന് ഓർത്തില്ലേ? ഇല്ല ചേച്ചി. ഓർത്തില്ലേ? ഇല്ല, ഞാൻ ഇവിടെ ആരും വിഷ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടാ, അവര് വിഷ് ചെയ്തില്ലെങ്കിൽ നീ അങ്ങോട്ട് പറയണം. ഓർമ്മിപ്പിക്കാത്തെന്ത്? അയ്യേ, അതൊക്കെ മോശമല്ലേ ചേച്ചി? എന്ത് മോശം? എടാ, എന്റെ ബർത്ത്ഡേ ആരെങ്കിലും മറന്നുണ്ടല്ലോ, ഞാൻ ചെന്നിട്ട് തലയ്ക്ക് ഒരു അടിയും കൊടുത്തത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എന്ത് വിഷയത്തെന്ന് പറഞ്ഞപ്പോ ചോദിക്കും. ഇവിടെ എനിക്ക് ഗിഫ്റ്റ് വേണോ ഞാൻ പറയും ചെയ്യും. അതാണ് ഞാൻ. എടാ, എന്താ അയ്യെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ, നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടാ, നമുക്ക് വിഷ് കിട്ടാന്നൊക്കെ ഉള്ളത് നമ്മുടെ മൗലിക അവകാശമാണ്. അത് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പഠിക്കണം. എങ്കിൽ ഞാൻ ഇപ്പൊ പോയി വാങ്ങിക്കട്ടെ. വിഷു പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു വിഷു വാങ്ങിച്ചിട്ടു. ഇപ്പൊ മേടിക്കണ്ട. ഇപ്പൊ നീ ഇവിടെ ഇരിക്കേ, ഇപ്പൊ മേടിക്കണ്ട. അതെന്ത്? കുറച്ച് കഴിഞ്ഞിട്ട് പോയി മേടിക്കാം, അതായിരിക്കും നല്ലത്. അത് പിന്നെ എടാ, ഈ വീട്ടിലെ എന്നെയും കൂടെ കൂട്ടി ഒരു 5 പേരുണ്ട്. ഞാൻ നിന്റെ ബർത്ത്ഡേ ഓർത്തില്ല. ഓക്കെ, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ, എന്റെ ബർത്ത്ഡേ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഫോട്ടോന്ന് വെക്കാം. പക്ഷെ അതുപോലെയല്ലോ ബാക്കി 4 പേര്. അവര് നിന്നെ പണ്ട് മുതലേ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഉണ്ണിയപ്പൂ നിന്റെ ആശാനല്ലേ, നിന്നെ ഭയങ്കര കാര്യമാണ് സ്നേഹമാണെന്നൊക്കെ അല്ലേ നീ പറയണേ. ഉണ്ണിയപ്പൂ ബർത്ത്ഡേ ഓർത്തില്ലെന്ന് വെച്ചാ? ചേച്ചി അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരല്ലേ ചേച്ചി? അവര് തിരക്ക്. എടാ, വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നവർക്ക് എന്ത് തിരക്കാ? ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കാതെ ചേച്ചി. വിഷമിപ്പിച്ചല്ല, നീ വിഷമിക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും അവർ ഓർത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എന്റെ ബർത്ത്ഡേക്ക് അവർ ഓർക്കാതിരിക്കണം, ഞാൻ നല്ല വൃത്തിയായി കൊടുക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ലടാ ശങ്കര, അല്ലേ? പക്ഷെ എന്നാലും നീ വിഷമിക്കും. എടാ, എന്റെ വിഷമം ഒന്ന് മാറിയിരുന്നവരെ. വിഷമൊന്നും ഇല്ലേ? പക്ഷെ നിന്റെ മുഖം കണ്ട അങ്ങനെയല്ല തോന്നണ. ചേച്ചി എന്നെ സ്നേഹിക്കുന്ന എല്ലാരും ഇവിടെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടല്ല ഞാൻ അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങ് വന്നേ. അതൊക്കെ മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യാൻ, അവര് മറന്നുപോയി നിന്റെ ബർത്ത്ഡേ. അതല്ല ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞല്ലോ. പോട്ട്, വിഷമിക്കാതെ. ഈ ഒരു ബർത്ത്ഡേ അല്ലേ പോയുള്ളൂ, അടുത്ത വർഷം ബർത്ത്ഡേ ഉണ്ടല്ലോ. അടുത്ത വർഷം നമുക്ക് ശരിയാക്കാം. പോരെ? നീ ഇങ്ങനെ ഡെസ്പായിരിക്കല്ലേ? നീ ഡെസ്പായിരിക്കുന്ന കൊള്ളൂല്ല ശങ്കര. ചിരിക്കടാ, ചിരിക്കേ. ഇങ്ങനെ ചിരിക്കണേ. പോട്ടെ, ഇതെന്തോന്നത് ബോട്ടൊക്കെ? നിരാശയിലുണ്ടാക്കിയതാണോ? കൊള്ളായി ചെറുക്കനായി. പിന്നെന്താ കേട്ട്? നല്ല വിഷമമുണ്ടോടാ? വിഷമം എന്നാലും ഉണ്ട്. ഉണ്ടല്ലേ? അവരടുത്ത് നീ ഇതുവരെ ചെന്ന് പറഞ്ഞില്ലല്ലോ. എന്നാലും അവര് ചെയ്തത് ഇച്ചിരി മോശമായി പോയെന്ന് തോന്നല്ലേ? ഇല്ല, അവര് തിരക്കുണ്ടായിരിക്കും. തിരക്കൊന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്ക് എവിടെ നിന്ന് തിരക്ക്? ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ. നമുക്ക് ചെന്ന് ചോദിക്കാം. നിന്റെ ബർത്ത്ഡേ മറന്നു പോയത് അത് ശരിയല്ല. നീ ഇവിടത്തെ ഏറ്റവും ചെറുതല്ലേ, നിന്റെ ബർത്ത്ഡേ എങ്ങനെ മറന്നു പോവാം? ഇല്ല. ആണല്ലോ, ചോദിക്കാം. നീ എണിച്ചു വാ, ഞാൻ ചോദിക്കും. പിന്നെ ശങ്കരന്റെ ബർത്ത്ഡേ
പെട്ടെന്ന് അത് അവിടെ എഴുതണേ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ ഞാൻ. അടിപൊളി സെറ്റപ്പല്ലേ. പിന്നെ തീരെ പിന്നെ അവൻ കാണണമെങ്കിൽ ഞെട്ടും. അവനെ ഞെട്ടിക്കും നമ്മള്. അതാണ് നമുക്ക് വേണ്ട. നീ എന്റെ ചെറുക്കനാണ്, സമ്മതിച്ചിരിക്കുന്നേ. ഉഗ്ര പരിപാടി കാക്ക കിട്ടിയല്ലേ? ഇത് താമസിച്ച എന്ത് താമസിക്കുന്നു അവിടെ കാക്ക വാങ്ങിച്ച ഒരു കാക്കണ്ട്. എല്ലാ ദിവസവും നീയല്ലേ നമുക്കല്ലേ പണി വെച്ച് തരണത്. അപ്പൊ നിന്റെ ഒരു ബർത്ത്ഡേക്ക് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ അല്ലേ സെറ്റ് ആവാണ്ട്. അല്ലാതെ എങ്ങനെയുണ്ട് സർപ്രൈസ്? പൊളിയായിരുന്നു. ഞാൻ നേരത്തെ ശരിക്കും സങ്കടമായി പോയി. ഇപ്പൊ സങ്കടം മാറിയാ? നീ ഊഹിച്ച ഇത്രയൊക്കെ ചെയ്യുന്നു? നീ ഊഹിച്ച? ഇല്ല ഇല്ല. അതുകൊണ്ട് കാക്ക ഊതാ പറഞ്ഞാലും കണ്ടോ, ആ വലിയ വലിയ ഗിഫ്റ്റ് എന്റെയാണ് കേട്ടല്ലോ. ആ തൊപ്പിയാര് വയ്ക്കൂ. പെട്ടെന്ന് പാടിക്കോ. Happy birthday to you. Happy birthday to you. Happy birthday dear Sangu. Happy birthday to you. എടാ ചെറുക്ക സഹായിക്കേ. അവന്റെ ആരുടെ സഹായം ഒന്നും വേണ്ട കേട്ടോ. ഓ എനിക്ക് ഇന്നും ആൾക്കാരുടെ സഹായം. ആശാൻ ഇയാളെ കൂടെ കേക്കെടുത്ത് ആ കേക്ക് അവനോട്. നോക്കിക്കോ കണ്ടാ. ചെറുക്ക പതുക്കെ കണ്ണുകളി പറഞ്ഞു കേട്ടോ. കണ്ണല്ലോ കേക്കാൻ നിന്നെ തേക്കും. നീ തിന്നെ പെട്ടെന്ന് മണ്ണക്കാട്ട് പോകും. പിന്നെയും ബാക്കിൽ തടയപ്പെടും. കുഴപ്പമില്ല. ഇതും കൂടെ കുഴപ്പമില്ല, ഒന്നുകൂടെ കാര്യം കൊടുത്തേക്കാം. നിങ്ങളൊക്കെ എന്ത് ക്രൂരൻ. ഓ എനിക്ക് കൊടുക്കാൻ പൈസ കിട്ടില്ല. നമുക്ക് കാര്യം തന്നല്ലേ മുറിച്ചു കൊടുത്തു. നീ വേണം. എനിക്ക് മുറിക്കാൻ അറിയാത്തോണ്ടല്ലേ. ശങ്കു ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ അവിടെ വെച്ചേക്കുന്നു? അതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കുന്ന കാര്യമില്ല. അങ്ങനെയൊന്നുമല്ല, എന്റെ പ്രത്യേകം ഞങ്ങൾ നിനക്ക് പാകമല്ലേ കൊണ്ടുവരണം. ഞാൻ ഇട്ടോളാം. ഹാപ്പി ബർത്ത്ഡേ. ഇത് വെക്കാറ് പറയുമ്പോ ഇതെല്ലാം തൽക്കാലം ഇതിവിടെ വയ്ക്കാം. സംഭവം കളറായില്ലേ? പക്ഷെ ഞാൻ നേരത്തെ നന്നായിട്ട് സങ്കടമായി പോയി. എന്നല്ലേ ശങ്കടമൊക്കെ മാറിയപ്പോ? എനിക്കറിയാം ഏറ്റവും കൂടുതൽ വിഷമം എന്റെ ആശാമന വിഷയമില്ല എന്നുള്ളതാണ് അല്ലേ. എന്തെന്നറിയാം ആച്ചാ നിന്റെ അടുത്ത് പറയാത്തത്. സർപ്രൈസ് ആയിട്ട് ഓട്ടം ആച്ചാൻ. സർപ്രൈസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒന്നും തീർന്നില്ല ഇന്നത്തെ സർപ്രൈസ്. ഈ താഴേക്ക് വന്ന നല്ല സദ്യയും പാലട പായസവും എടുക്കാം. പിങ്കി എനിക്ക് ഇവിടെ നിന്റെ സഹായം ഉറപ്പായിട്ടും വേണം കേട്ടോ. തീർച്ചയായും വേണമെന്നില്ല. വന്നോ സഹായം എന്തായാലും പറയാൻ വേണ്ടി കാത്തിരിക്കും. സന്തോഷമായ അച്ഛൻ്റെ അടുത്ത് നിന്നപ്പം നിനക്ക് സന്തോഷമായില്ലേ? വൃത്തിയൊക്കെ അടിച്ച് പൊളിച്ചില്ലേ? ഒരു ഉമ്മ. ആശാനൊരു ഉമ്മ. ആശാൻ നേരത്തെ എന്നെ വിഷയാത്തപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അയ്യോ ഞാൻ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് താഴെ പോയി സദ്യ കൂട്ടി കഴിക്കാം.